SMF നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നേരത്തെ മമ്പുറത്താണ് ഇതിന് സമാനമായ ഒരു സെമിനാർ നടന്നിട്ടുള്ളത്. മമ്പുറത്തിൻ്റെയും ഞാനന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞു, മമ്പുറം ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസപരമായ വ്യത്യസ്ത വീക്ഷാധാരകൾക്ക് പുറത്ത് മമ്പുറത്തെ തങ്ങന്മാരുടെ ഈ രാജ്യവുമായും സമൂഹവുമായും ഈ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുമായും ജാതീയമായി അവിടെ നിലനിന്നിരുന്ന സങ്കടകരമായ അവസ്ഥകളിലൊക്കെ പ്രതികരിച്ചിരുന്ന റിഫോമർമാരായിട്ടുള്ള വലിയ പരിഷ്കർത്താക്കളായിട്ടുള്ള ആളുകളായിരുന്നു അവർ എന്നത് എത്രമേൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, ശ്രദ്ധയിലേക്ക് വരുന്നുണ്ട് എന്നത് അന്നവിടെ സംസാരിക്കുകയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മമ്പുറം തങ്ങളുടെ മകൻ, ഞാൻ തുർക്കിയിൽ അവരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അവിടുത്തെ ലൈബ്രറികളിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, അദ്ദേഹത്തെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ, ഇന്ത്യയിൽ നിന്ന് തന്നെ പോയിട്ട് തുർക്കിയിൽ പോയി അദ്ദേഹത്തെ പരിശോധിക്കുന്ന ആളുകൾ, പഠിക്കുന്ന കുട്ടികൾ, അങ്ങനെ വലിയ ഒരു റിസർച്ച് തന്നെ അവസാനിക്കാത്ത വിധമുള്ള വലിയ പ്രവിശാലമായ അർത്ഥതലത്തിൽ ജീവിച്ചു വന്നിരുന്നവരായിരുന്നവർ. അവരെക്കുറിച്ചൊക്കെയുള്ള പഠനം പുതിയ തലമുറക്ക് ആവശ്യമാണ്. ഈ മഖ്ദൂമുമാരുടെ പാരമ്പര്യം എന്ന് പറയുന്നത് പരിശോധിച്ച് നോക്കുമ്പോഴാണ്, ഇന്നത്തെ കാലത്തല്ല, അന്നത്തെ കാലത്ത് പുറത്തുപോയി പഠിച്ചിരുന്ന ആളുകൾ, അവർ ഒന്നാമനായാലും രണ്ടാമനായാലും പിന്നീട് വന്നിട്ടുള്ള പാരമ്പര്യത്തിലായാലും പുറത്തു പോയി പഠിച്ചിരുന്നു. ഇപ്പോൾ ഈ പൊന്നാനി എന്ന് പറയുന്നത്, ഞാൻ പലപ്പോഴും പൊന്നാനി പലതരത്തിൽ അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങളിൽ ചിലപ്പോഴൊക്കെ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. പൊന്നാനിയുടെ ഒരു പാരമ്പര്യമുണ്ട്. അത് കൊടുങ്ങല്ലൂരിലായിരുന്നു. നേരത്തെ മലയമ്മ എന്ന് പറഞ്ഞു, കൊടുങ്ങല്ലൂരിലായിരുന്നു. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ പൊന്നാനിയും കൊടുങ്ങല്ലൂരും തലശ്ശേരിയും, ഈ 3 പ്രദേശങ്ങൾ എടുത്തു നോക്കിയാൽ, ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന നടത്തി നോക്കിയാൽ മഹോന്നതമായ ഒരു പരിഷ്കർത്താക്കളുടെ ഇടമായിരുന്നു അവിടങ്ങളിലൊക്കെ. മുസ്ലിം ചരിത്രവുമായി ബന്ധപ്പെട്ട് വലിയ ചരിത്രങ്ങൾ ചേർന്ന് കിടക്കുന്ന ഇടങ്ങൾ. പക്ഷെ ഒരു കുറച്ചു കാലമായിട്ട് നിങ്ങൾ ഈ 3 പ്രദേശങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ചു നോക്കുക. കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ ചെറിയ വർഷങ്ങളല്ല, ഒരു 10-20 വർഷമായിട്ട് ഞാൻ നിരന്തരമായി പറയുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അവിടങ്ങളിൽ വന്നിട്ടുള്ള വലിയ ഒരു അപകടകരമായ തകർച്ച തന്നെ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റും. കേരളത്തിൽ ഇപ്പോൾ പൊന്നാനിയിൽ ഇന്തോനേഷ്യയിൽ നിന്നും ഈജിപ്തിൽ നിന്നും വരെ വന്ന് പൊന്നാനിയിലെ വലിയ പള്ളിയിലെ ജുമാഅത്ത് പള്ളിയിലെ വിദ്യ അഭ്യസിക്കാൻ വേണ്ടി വന്നിരുന്ന ആളുകൾ ഉണ്ടായിരുന്ന ഇടമാണ് പൊന്നാനി. പൊന്നാനിയുടെ പാരമ്പര്യം അങ്ങനെയാണ്. പൊന്നാനി എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടൊരു പ്രദേശത്തിന്റെ പേര് കേരളത്തിൽ പറഞ്ഞാൽ അത് കൊടുങ്ങല്ലൂരും പൊന്നാനിയുമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഇടമാണ്. പക്ഷേ ചരിത്രത്തിൽ അത്രമേൽ പ്രാധാന്യമുണ്ടായിരുന്ന ഇടം. നേരത്തെ കേരളത്തിലെ പണ്ഡിതന്മാരുടെ യോഗ്യതയെ അടയാളപ്പെടുത്തുന്നിടത്ത് പൊന്നാനിയിലെ വിളക്കത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു ഇന്റേൺഷിപ്പ് പോലെ, ഇന്നിപ്പോൾ അത് ഇന്റേൺഷിപ്പ് ഒക്കെ നമ്മൾ നടത്താറുണ്ട്. അതുപോലെ പണ്ഡിതനായി കഴിഞ്ഞാൽ പൊന്നാനിയിലെ വിളക്കത്തിരിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു ഇന്റേൺഷിപ്പായിരുന്നു. അവരുടെ സനദിന് സമാനമായ വിധത്തിൽ അവരുടെ യോഗ്യതയുടെ മാനദണ്ഡമായി ഒരു പണ്ഡിതന്റെ പാണ്ഡിത്യ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ട് കണ്ടിരുന്നത് പൊന്നാനിയിലെ വിളക്കത്തിരിക്കുക എന്ന് പറയുന്ന അവരുടെ ഒരു കോഴ്സ് പോലെ ആളുകൾ സ്വീകരിച്ചിരുന്ന ഒന്നായിരുന്നു. SMF തന്നെ പൊന്നാനി മാതൃകാ ദർസുകൾ കേരളത്തിലെ പലയിടങ്ങളിലും ആരംഭിക്കുകയുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് അത് വ്യത്യസ്തമായ ഭാഷാ പഠനങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള പഠനങ്ങൾ, ഭൗതികമായ പഠനങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. എന്നാലും അത്തരം വിദ്യാഭ്യാസങ്ങൾ കൂടെ എടുക്കാൻ കഴിയുന്ന വിധത്തിൽ. പക്ഷെ അത് വേണ്ടത്ര വിജയിക്കാതെ പോയപ്പോഴാണ് SMF-ന്റെ തന്നെ നേതൃത്വം കൂടിയിരുന്ന് ആലോചിച്ച് ദാർഹുദ ഉണ്ടാകുന്നത്. ദാർഹുദയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ പരിശോധിച്ച് നോക്കും. ആ ഒരു പരിശ്രമത്തിന്റെ, ഈ നേതൃഗുണത്തിന്റെ ഏറ്റവും മഹോന്നതമായ ഒരു ഉദാഹരണമായിട്ട് അത് ദാർഹുദ നമ്മളുടെ മുമ്പിലുണ്ട്. ലോകത്തിലെ നിങ്ങൾ ഏത് മികച്ച യൂണിവേഴ്സിറ്റികളിൽ പോയാലും ദാർഹുദയിലെ കുട്ടികൾ അവിടെ റിസർച്ചായിട്ടോ അതല്ലെങ്കിൽ ഫാക്കൽറ്റി ആയിട്ടോ അവരവിടെയുണ്ട്. ലോകത്തിൽ എവിടെ പോയാലും അഭിമാനത്തോടെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പൊ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനകത്തുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ വലിയ പങ്ക് വഹിച്ചിരുന്ന വേറെയും സംഘടനകളുണ്ട്.
പക്ഷെ അവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടായി. ഇടക്കാലത്ത് നമുക്കറിയാം സംഘടനാപരമായ പിളർപ്പുകളൊക്കെ. ആ സമയത്ത് ഒരു വലിയ എടുത്തുചാട്ടം സമുദായത്തിനകത്ത് നിന്നുണ്ടായിട്ടുള്ള പ്രസ്ഥാനം എന്ന് പറയുന്നത് ദാർഹുദയാണ്. ഞാൻ എൻ്റെ നിരീക്ഷണവും എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ആ ദാർഹുദയിലായിരുന്നു. ആ ദാർഹുദയുടെ ആ പരിശ്രമങ്ങളുടെ പിറകിലുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൂട്ടായ്മയായിരുന്നു. ഇപ്പോൾ മഖ്ദൂമുമാരുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ പാണ്ഡിത്യത്തിൻ്റെ മാത്രം ചരിത്രമല്ല. നേരത്തെ മലയാള വൈസിയുടെ പറയുകയുണ്ടായിരുന്നു, പാണ്ഡിത്യത്തിൻ്റെ മാത്രം ചരിത്രമല്ല. അവർ സമൂഹത്തോട് ഇടപഴകി ചേരുകയല്ല, ഇഴുകിച്ചേർന്ന് ജീവിച്ചവരായിരുന്നു, കാലത്തിനനുസരിച്ച് പ്രതികരിച്ചവർ. വൈദേശികമായ ആധിപത്യത്തിനെതിരെയുള്ള അവരുടെ പോരാട്ടം സാമൂതിരിമാരുടെ കൂടെ നിൽക്കുമ്പോൾ, സാമൂതിരിയുടെ കൂടെ നിൽക്കുമ്പോൾ അവരുടെ പിറകിൽ ഒരു ശക്തിയായി അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുത്ത് നിൽക്കുമ്പോൾ അവിടെ ജാതിയില്ല, മതമില്ല, വേറെ തരത്തിലുള്ള ചിന്തകളില്ല. ഒറ്റ പ്രശ്നം ഉണ്ടായിരുന്നു. വൈദേശിക ആധിപത്യത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു രാജ്യത്തിന്റെ കൂടെ, ഒരു ജനതയുടെ കൂടെ, ഒരു സമൂഹത്തിന്റെ കൂടെ ഞങ്ങളുമുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ ഈ മഖ്ദൂമുകാർക്ക് കഴിഞ്ഞിരുന്നു എന്നത് വിദേശികളെ ചെറുക്കുക എന്ന് പറയുന്ന ഒറ്റ എയിമിനുള്ളിൽ എല്ലാ അതിരുകളെയും ദേശത്തിന്റെ മുമ്പിൽ മറന്നുപോകുന്ന അല്ലെങ്കിൽ മാറ്റിവെക്കുന്ന ഒരു കൂട്ടായ്മയായിരുന്നു അവരുടെ. ദർസോതി കൊടുക്കുക മാത്രമല്ല. ഇപ്പം ഉസ്താദുമാർ എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടിലെ ഒരു പൊതു കാഴ്ചപ്പാട് എങ്ങനെയാണ്? ആ പൊതു കാഴ്ചപ്പാട് പള്ളി ദർസുകളിൽ, മദ്രസകളിൽ പഠിപ്പിക്കുന്ന മക്കൾക്ക് ഇൽമ ഓതി കൊടുക്കുന്ന ഒരു വിഭാഗം എന്ന നിലക്ക് മാത്രമാണ്, അല്ലെങ്കിൽ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന ഒരു വിഭാഗം മാത്രം എന്ന നിലക്ക് അവരെ കാണുകയാണ് നമ്മുടെ സമൂഹം കുറച്ചു കാലങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിണാമം. അങ്ങനെയാണ്. മഖ്ദൂമുമാരുടെ ചരിത്രം ആലോചിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലല്ല, ഇന്ത്യക്ക് തന്നെ മാതൃകയാകുന്ന ദർസ് സംവിധാനങ്ങളുടെ അതിന്റെ തുടക്കം, അതിന്റെ ആരംഭം നടത്തുന്നവർ തന്നെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കാളികളാവും. സാമൂതിരിയെ പോലെയുള്ളവരുടെ കൂടെ ചേർന്ന് ഈ രാഷ്ട്രത്തിന്റെ പോരാട്ടത്തിൽ പങ്കാളികളാവും, സമൂഹത്തിന്റെ നവോത്ഥാനത്തിന്. അപ്പോ പണ്ഡിതൻ എന്ന് പറയുന്നത്, ഉസ്താദ് എന്ന് നമ്മൾ വിളിക്കുന്നത്, ആ നാട്ടിലെ ഏത് കാര്യത്തിനും മനുഷ്യൻ സമീപിക്കാൻ കഴിയുന്ന ഒരാളാവുക എന്നതാണ്. അത്തിപ്പറ്റ ഉസ്താദ് മരിച്ചു പോകുമ്പോൾ അയൽവാസിയായ ഒരു സ്ത്രീയുടെ ഹൃദയഭേദകമായ ഒരു കരച്ചിൽ അന്ന് വൈറലായി പോയ ഒരു കരച്ചിലുണ്ട്. ഒരു മുസ്ലിം സ്ത്രീയാണ്. അവർ പറയുന്നത്, എൻ്റെ വീട്ടിലെ കാരണവനാണ് മരിച്ചു പോയത്, എൻ്റെ മക്കളുടെ ദുർബലയായ ഒരു സ്ത്രീയാണ്, മക്കളുടെ കല്യാണം മുതൽ ഞങ്ങൾക്ക് ജീവിച്ചു പോകാൻ കഴിയുന്ന എല്ലാം ആ മനുഷ്യനായിരുന്നു ഞങ്ങൾക്ക് ഒരുക്കി തന്നത്. ഒരു പണ്ഡിതൻ മരിച്ചു പോകുമ്പോൾ ചുരുങ്ങിയത് അയൽപക്കത്തുള്ളവർക്കെങ്കിലും സങ്കടം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ? ഒരു പണ്ഡിതൻ മരിച്ചു പോകുമ്പോൾ ആ മനുഷ്യരായ സമീപവാസികൾക്ക് മുഴുവൻ, ഒരു ഉസ്താദ് നാട്ടിൽ നിന്ന് ഇല്ലാതെയാകുമ്പോൾ ആ സമീപത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അത് സങ്കടമാവുക, വേദനയാവുക, അവരുടെ മനസ്സിൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം വിരഹമുണ്ടാക്കുകയോ നൊമ്പരമുണ്ടാക്കുകയോ ചെയ്യുക. ഇത് പാണ്ഡിത്യത്തിന്റെ അല്ലെങ്കിൽ ഒരു ഉസ്താദ് എന്ന പരിഗണനയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്ന് പഠിപ്പിച്ച ഇടമാണ് പൊന്നാനി എന്ന് പറയുന്നത്, മഖ്ദൂമുമാർ എന്ന് പറയുന്നത്.